ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്ന ഫാറ്റ് ലിവറിനെ പറ്റിയുള്ള പുതിയ കാര്യങ്ങൾ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഫാറ്റ് ലിവറിനെ പറ്റി ചെയ്തിരുന്നു. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാൾ മെഡിക്കൽ സെൻ്റർ, പാൽ. ഇപ്പോൾ ഫാറ്റ് ലിവർ നമുക്കറിയാവുന്ന മിക്കവാറും നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴത്തേനും സാധാരണ നോർമൽ റൂട്ടീൻ സ്കാനിങ് അല്ലെങ്കിൽ വേറെ വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യുമ്പോൾ ഗ്രേഡ് 1 ഫാറ്റ് ലിവർ, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ഒരു ആകാംക്ഷയാണ്, എൻ്റെ ലിവറിന് പ്രശ്നം വന്നു. അപ്പോൾ മറ്റുള്ള ഡോക്ടേഴ്സ് റെഫറൻസ് കൊടുക്കും, ഫാറ്റ് ലിവറിന് ഇനി മരുന്ന് കഴിക്കണം, ഇന്നാണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. പലപ്പോഴും ഫാറ്റ് ലിവർ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കരേണ്ട സാധനമല്ല. ഇന്നിപ്പോൾ ഫാറ്റ് ലിവർ നമ്മൾ വേറെ ടെർമിനോളജിയാണ് പറയുന്നത്, മെറ്റബോളിക് അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്ന് പറയും. അത് നമ്മളൊരു മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡറാണ്. നമ്മൾ കൂടുതലായിട്ട് ഫാറ്റ് കഴിച്ചുകൊണ്ട് ലിവറിൽ ഫാറ്റ് കയറി അല്ലെങ്കിൽ ലിവർ കൂടുതൽ ഫൈബ്രോസ്ഡ് ആണ്, കട്ടിപ്പിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ലിവർ നോർമൽ ഫാറ്റ് ലിവർ സംബന്ധിക്കുന്ന ലിവർ എല്ലാം ചെയ്യും. നോർമൽ 12 to 15 സെൻറ്റിമീറ്റർ ആണ് ലിവറിൻ്റെ സൈസ്. അത് കുറച്ച് വലുതാവും, 17, 18 വരും. അത് നോർമൽ, അതിന് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ലിവർ സൈസ് പോകും. കുറച്ച് കഴിയുമ്പോൾ കഴിഞ്ഞാൽ ഫൈബ്രോസിലേക്ക് വരും. അപ്പം കുറച്ച് നോഡുൾസൊക്കെ ഡെവലപ്പ് ചെയ്യും. നോഡുൾസൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ സൈസ് കുറയും, ലിവർ ഷ്രിങ്ക് ചെയ്യും. ഫൈബ്രോസ് ലിവർ അപ്പം 10 താഴെ പോകും, 8 മില്ലിമീറ്റർ അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ, 10 മില്ലിമീറ്റർ. അപ്പം ലിവറിൻ്റെ ഫങ്ഷൻസ് കുറഞ്ഞു. അതിൻ്റെ അകത്തോടെ പോകുന്നൊരു വെയിനുണ്ട്, പ്രധാന ഞരമ്പ്, പോർട്ടൽ വെയിൻ. അത് ചുരുങ്ങുന്നു, പോർട്ടൽ പ്രഷർ കൂടുന്നു. അപ്പം നമ്മുടെ ഞരമ്പുകൾ വീർക്കുന്നു. അന്നനാളത്തിന് താഴെയുള്ളതും മറുതാരത്തിന് അവിടെയൊക്കെയുള്ള ഞരമ്പുകൾ വീർന്നു, അത് പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകുന്നു, ബ്ലഡ് ഛർദ്ദിക്കുക. അപ്പം പോർട്ടൽ പ്രഷർ കൂടി വേരിസസ് എന്ന് പറയും. അപ്പം നമ്മളത് ബാൻഡിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ലിവർ സിറോസിലേക്ക് പോകുന്ന സ്റ്റേറ്റാണ്. അപ്പോൾ അതെല്ലാം ഞാൻ സംസാരിക്കുന്നത്, ഞാൻ കൂടുതൽ ഫാറ്റ് ലിവറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയ മരുന്നുകളൊക്കെ ഉണ്ട് ഫാറ്റ് ലിവറിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഫാറ്റ് ലിവർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെയിറ്റ് റിഡക്ഷനാണ്. നമ്മൾ ചിലപ്പോൾ ഓവർ വെയ്റ്റ്, ഒബീസ് ആയിരിക്കും. അപ്പോൾ നോർമൽ ആയിട്ടുള്ളൊരു ബോഡി വെയ്റ്റ് ഉള്ള ആവശ്യം ഫാറ്റ് ലിവറാണ് ചാൻസ് കുറവ്. പക്ഷേ ചില കുടുംബ പാരമ്പര്യങ്ങളും ചില പ്രത്യേക മരുന്ന് കഴിക്കുന്നത് കൊണ്ടും ചില ഭക്ഷണക്രമം കൊണ്ടും നമുക്ക് ഫാറ്റ് ലിവർ വരാം. നോർമൽ ബോഡി വെയ്റ്റാണ്. തീർത്തും മെലിഞ്ഞ ആൾക്കാർക്ക് വരെ ഫാറ്റ് ലിവർ സിറോസ് വരാറുണ്ട്. അത് ചില അപൂർവം കേസുകളിൽ മാത്രമേ. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഇച്ചിരി പണ്ടതലീമാർ, ഒബീസായിട്ട് ആൾക്കാർ, ഓവർ വെയ്റ്റുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് വെയിറ്റ് റിഡക്ഷൻ കൊണ്ട് തന്നെ ഫാറ്റ് ലിവർ മാറും, പ്രത്യേകിച്ച് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പലരും ഇങ്ങനെ വൈറ്റമിനിയുടെ ഗുളിക ഒക്കെ കഴിക്കാറുണ്ട്. നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇപ്പോൾ ലിവർ പ്രൊഡക്ഷൻ കിട്ടും, ഫാറ്റ് ലിവർ കുറയുമെന്നൊക്കെ പറയും. ഏറെക്കുറെയൊക്കെ ശരിയാണ്, ഞങ്ങൾ അഡ്വൈസ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ പുതിയ ശ്രേണികൾ ഒരുപാട് മരുന്നുകളുണ്ട് നമുക്ക് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനം വെയിറ്റ് കുറയ്ക്കാൻ ഡയറ്റ് ശ്രദ്ധിക്കുക, 2 എക്സസൈസ്, അതുകൂടാതെ ഫാറ്റി ഫുഡ്, ഇങ്ങനെ ഓയിലി ഫുഡൊക്കെ കുറയ്ക്കുക. പിന്നെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് വല്ലപ്പോഴും ഫൈബ്രോ സ്കാൻ ചെയ്ത് നോക്കുക, ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, അതിൻ്റെ സ്കോറിങ് ഉണ്ട്. അപ്പം ഒരു ലിവർ സ്റ്റിഫ്നെസ് മെഷർമെൻറ്റ്, ലിവറിൻ്റെ ഫൈബ്രോസ് നോക്കാൻ. പിന്നെ CAP, ക്യാപ്പ് എന്ന് പറഞ്ഞ സ്കോർ. പിന്നെ ഫിബ് സ്കോറിങ് തന്നെ, ഫിബ് 1, 2, 3, 4 എന്ന് പറഞ്ഞ സ്കോറിങ് ഒക്കെ ഉണ്ട്. അത് ഫൈബ്രോ സ്കാൻ ഒരു നമ്മൾ എക്സ്പീരിയൻസ് റേഡിയോളജിസ്റ്റ് അത് നമുക്ക് കണ്ടുപിടിച്ചൊരു സ്കോറിങ് ആക്കി തരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ലെവൽ ഫാറ്റ് ലിവർ ഏതാണ്, 1 ആണോ, 2 ആണോ, 3 ആണോ, അത് ഫൈബ്രോസ് 1ലേക്ക് പോയിട്ടുള്ളതനുസരിച്ച് ചെയ്യാം. പക്ഷേ പല കേസിലും നമ്മൾ കാണുന്നത്, അപ്പോൾ ഒരു ഫൈബ്രോ സ്കാൻ നമ്മൾ റൂട്ടീനായിട്ട് നമ്മൾ ചെയ്ത് 2 മാസം 3 മാസം കൊണ്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അതിൽ ചിലർക്കും പലർക്കും വേരിയേഷൻസ് വരാറില്ല. ആ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ 1 പോയിൻ്റ് ഇങ്ങോട്ട് കുറഞ്ഞാൽ വീണ്ടും അടുത്ത പ്രാവശ്യം 2 പോയിൻ്റ് കൂടും. അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാൻ കാണുന്നതിന് ജനറ്റിക്സ് പാരമ്പര്യമുണ്ട്. അപ്പോൾ അവരുടെ ഫാമിലി പലർക്കും കാണാം, സിബ്ലിങ്സിനൊക്കെ ഫാറ്റ് ലിവർ സിറോസൊക്കെ ഉണ്ട്. അവർക്ക് ഈ ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ളതാണ് നമുക്ക് മരുന്നുകൾ കൊണ്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ ഏറെക്കുറെ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ അല്ലാത്തവർക്ക് നമുക്ക് കുടുംബം പാരമ്പര്യമില്ല, ലിവർ ഏറെക്കുറെയൊക്കെ നോർമലാണ്, ഡയറ്റ് ശ്രദ്ധിക്കാൻ വന്നതാണെങ്കിൽ ഡയറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. എന്നിരുന്നാൽ അപ്പോൾ നമ്മൾ കൃത്യം ഫോളോ അപ്പിൽ നമ്മൾ പോകണം. മറ്റുള്ളവരെ സംബന്ധിച്ചെല്ലാം ചിലർക്ക് 2 രീതി വരാം. ഒന്ന്, പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നവരുണ്ട്. പ്രോഗ്രസ് ചെയ്ത് സ്റ്റേജ് 4ലേക്ക് പോകും. സ്റ്റേജ് 3 ആണ് സിറോസ്. അപ്പോൾ ഫാറ്റ് ലിവർ വന്നു, അത് കൂടി ആ കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജ് ഫൈബ്രോസായി, 3rd സ്റ്റേജിൽ സിറോസായി, 4th സ്റ്റേജിൽ കോംപ്ലിക്കേഷൻ. ഞാൻ വേരിയസ് ബ്ലീഡിങ്, ഞരമ്പോട്ട് ബ്ലീഡ് ചെയ്യുക, വയറ്റിലൊക്കെ ബ്ലീഡ് ചെയ്യാം, വയറ്റിൽ നിന്ന് പോകാൻ ബ്ലഡ് വരാം, രണ്ടും മയങ്ങിപ്പോവാം. ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്ന് പറയും, അമോണിയ കൂടിയിട്ട് ബ്രെയിനിലേക്ക് അമോണിയ വന്നിട്ട് നമ്മൾ മയങ്ങിപ്പോവും. പിന്നെയുള്ളതാണ് ഈ പറഞ്ഞ ബ്ലീഡിങ്. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസാണ് വരുന്നത്. അപ്പോൾ ഈ കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, സിറോസിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മുടെ ഫാറ്റ് ലിവർ കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മരുന്ന് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം നമുക്ക് മരുന്ന് കഴിക്കുക, വൈറ്റമിൻ ഇ കഴിക്കുക,
അല്ലാത്ത ചില മരുന്നുകൾ കഴിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ഫാറ്റ് ലിവറിന് കാരണക്കാരൻ ഏതെങ്കിലും അപ്പം ജെനറ്റിക്സ് അല്ല, ഇപ്പം വേറെ എന്തെങ്കിലും കാണാം. അപ്പം ചില പ്രത്യേകം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ലിവറിന് പ്രശ്നം വരാം. അപ്പോൾ അതിൽ ഏത് മരുന്ന് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സാധനം കഴിക്കുമ്പോൾ അതിൻ്റെ ടോക്സിൻ അത് ലിവറിലേക്ക് വന്നിട്ടേ നമുക്ക് കിഡ്നി ഫിൽട്ടർ ചെയ്യുള്ളൂ. അപ്പം ലിവർ അതെടുക്കുമ്പം ചില പ്രത്യേക ആയുർവേദം, ചില പ്രത്യേക ആസൂത്രണം ഒറ്റമൂലി കഴിക്കുന്നു. അപ്പം നമ്മൾ ചില ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചില പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെർബിസൈഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ലിവറിന് പ്രശ്നം വരാം. അപ്പം നമ്മൾ ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മൾ ഏത് സോഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നു, അപ്പം ചില പ്രദേശങ്ങൾ വർക്ക് ലിവർ ക്യാൻസർ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ചിലർക്ക് ഫാറ്റ് ലിവർ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഡയറ്റ് മാറ്റണം, നമ്മളിടയ്ക്ക് സ്ക്രീൻ ചെയ്ത് നോക്കണം, അതിന് ഫിബ് സ്കോറിങ് ചെയ്യണം, ഫൈബ്രോ സ്കാൻ ചെയ്യണം. അതൊന്നും പറ്റുന്നില്ല, നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യണം, വേരിസസ് ഉണ്ടോ എന്നൊക്കെയാണ്. അപ്പം നമ്മൾ കൃത്യമായൊരു പാറ്റേണിൽ പോകുന്നു. അപ്പോൾ മരുന്നുകൊണ്ട് തന്നെ ഫാറ്റ് ലിവർ മാറണമെന്നില്ല. പലപ്പോഴും എൻ്റെ ഒരു അനുഭവത്തിൽ കണ്ടേക്കുന്ന സിറോസ് അല്ലെങ്കിൽ ഫൈബ്രോസ് ആയിക്കുള്ള ഫാറ്റ് ലിവറൊക്കെ ഉള്ളവർക്ക് നമ്മൾ കുറേ നാൾ മരുന്നോടെ തന്നെ വലിയൊരു മാറ്റം കാണാറില്ല. പലപ്പോഴും അവർ തന്നെ ചോദിക്കും ഡോക്ടർ ഇതിനെ കുറയാത്ത. അപ്പോൾ അതിനകത്ത് ജനറ്റിക് ഫാക്ടേഴ്സും അല്ലാത്ത ഫാക്ടേഴ്സും വേറെ ഉണ്ട്. അവർ മെലിഞ്ഞ ആൾക്കാരായിരിക്കും, ഓവർ വെയിറ്റ് ഇല്ല, വെയിറ്റൊക്കെ 60 കിലോ 50 കിലോ ഉള്ളൂ. 40 വയസ്സുള്ളവർക്ക് വരെ സിറോസും ഫൈബ്രോസിസ് 4th സ്റ്റേജൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് പല ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ അറസ്റ്റ് ചെയ്യുക, പ്രോഗ്രഷൻ വരാതെ കൂടുതലായിട്ട് 4th സ്റ്റേജിലേക്ക് കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ നോക്കുക നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഡോക്ടറുടെ അഡ്വൈസിൽ കൃത്യമായ മരുന്ന് കഴിച്ച് കൃത്യമായ പാറ്റേൺ സ്കാൻ ചെയ്ത് ഡയറ്റ് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ഫാറ്റ് ലിവർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.